ഏവർക്കും നമസ്കാരം. കാലഘട്ടത്തിൻ്റെ ചുവരെഴുത്തുകൾ വായിക്കുക ആധ്യാത്മികമായ ബോധമുള്ളവർ നിർവഹിക്കേണ്ട കടമയാണ് എന്ന് വേദപുസ്തകവും ആഗമനവും പ്രത്യേകിച്ച് യേശുവും അറിയിച്ചിട്ടുണ്ട്. ഏവർക്കും അത് അറിവുള്ളതാണ്. എന്നാൽ പലപ്പോഴും മതപരമായ സ്വാധീനം കൊണ്ട് യാഥാർത്ഥ്യ ബോധം നഷ്ടപ്പെട്ട് കാൽപ്പനിക ലോകത്തിൽ ഒളിച്ചിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഭൂരിപക്ഷം വിശ്വാസികളും എന്നതുകൊണ്ടാണ് ചില കാര്യങ്ങൾ പരക്കെ പൊതുവായി വിളിച്ചു പറയേണ്ട ആവശ്യം ഉണ്ട് എന്ന് എനിക്ക് ബോധ്യമാകും. ഇപ്പോൾ യേശുവിൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുന്നതിന് മുൻപ് സ്നാപയോഹന്നാൻ വരികയും മരുഭൂമിയിൽ വിളിച്ചു പറയുന്നതിൻ്റെ വാക്കാവിത് എന്ന വ്യക്തമായ പ്രത്യേകതയുള്ള ദൗത്യം നിർവഹിക്കുകയും ചെയ്യുന്നതിൻ്റെ കാര്യം അന്ന് മതബോധമില്ലാഞ്ഞിട്ടല്ല, മതബോധം കൂടിയിട്ടാണ്. എവിടെയൊക്കെ മതബോധത്തിൽ ജനം അടിമകളായിത്തീരുന്നു അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് യാഥാർത്ഥ്യ ബോധമാണ്. അത് സത്യത്തെ സ്വീകരിക്കുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുന്നു, ആ സ്വാതന്ത്ര്യം അവരിലില്ലാതെയാക്കുന്നു. അതുകൊണ്ട് സത്യത്തോടെ നമുക്ക് ബന്ധമോ പ്രതിപത്തിയോ ഉണ്ടാകണമെങ്കിൽ നാം ആദ്യം ചെയ്യേണ്ടത് യാഥാർത്ഥ്യ ബോധം വികസിപ്പിച്ചെടുക്കുക, ഡെവലപ്പ് ആ സെൻസ് ഓഫ് റിയാലിറ്റി. അപ്പോൾ അങ്ങനെയുള്ള ഒരു ശ്രമമാണ് ഈ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. നിങ്ങൾ ദയവായി ഇത് ആദ്യം മുതൽ അവസാനം വരെ ശ്രദ്ധയോടെ കാണുകയും ഈ അന്വേഷണ ശ്രമത്തിൽ, ഈ അന്വേഷണ സക്രമത്തിൽ സജീവമായി പങ്കെടുക്കുകയും ചെയ്യണമെന്ന് ആദ്യമേ ആമുഖമായി അപേക്ഷിച്ചോളൂ. നമുക്ക് നമ്മുടെ ചിന്ത ആരംഭിക്കുന്നതിന് വേണ്ടി ഇപ്പോൾ ഭാരതത്തിലെ എല്ലാവരുടെയും മനസ്സിൽ ഏറ്റവും പൊന്തി നിൽക്കുന്ന അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടന സംബന്ധമായ വളരെ ശ്രദ്ധയർഹിക്കേണ്ട ഒരു വിഷയം അല്പമൊന്ന് പരിഗണിക്കാം. ആ സംഭവത്തിൽ വാസ്തവത്തിൽ പ്രധാന കാർമ്മികത്വം വഹിക്കേണ്ടിയിരുന്നത് ശങ്കരാചാര്യമാരായിരുന്നു എന്ന് നമുക്കറിയാം. 4 ശങ്കരാചാര്യാസ്. എന്നാൽ അവരാരും തന്നെ അതിൽ പങ്കെടുത്തുന്നില്ല എന്ന് മാത്രമല്ല, അവർ ഈ ഒരു വലിയ സംഭവം ബോയ്ക്കോട്ട് ചെയ്യുമെന്ന് അറിയിച്ചിട്ടും അതിന് അല്പം പോലും വില കൊടുക്കാതെ അവരുടെ ജൽപ്പനങ്ങളെ അതർഹിക്കുന്ന അവജ്ഞയോട് ഇതിൻ്റെ സംഘാടന ചുമതലയുള്ളവർ തള്ളിക്കളയുകയാണ് ചെയ്തത്. കാരണം ഈ സംഭവത്തിൻ്റെ ജീവാത്മാവും പരമാത്മാവും ഒരേ ഒരു വ്യക്തി മാത്രമാണ്. അതിൻ്റെ യജമാനൻ എന്ന പദവി അലങ്കരിക്കാൻ ഒറ്റ വ്യക്തിക്ക് മാത്രമേ അർഹതയുള്ളൂ, യോഗ്യതയുള്ളൂ എന്നതാണ് രാമക്ഷേത്ര ഉദ്ഘാടനത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ദൂത്. അത് ശ്രീ നരേന്ദ്രമോദി തന്നെയാണ്. അങ്ങനെ ഈ ഒരു വലിയ കൈനീട്ടത്തിൽ കൂടെ രാജാവും പുരോഹിതനും ഒന്നായി തീർന്നിരിക്കുന്നു. ചരിത്രത്തിലെ സുപ്രധാനമായ ഒരു സംഭവമാണിത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പ്, ദശകങ്ങൾക്ക് മുൻപ്, സഹസ്രാബ്ദങ്ങൾക്ക് മുൻപ് രാജാവും പുരോഹിതനും ഒന്നായിരുന്നു. അതിനുശേഷം രാജാവും പുരോഹിതനും രണ്ടായി തിരിഞ്ഞു. രാജാവിൻ്റെ രാജ്യം, പുരോഹിതന് മതപരമായ മേഖല. ഇവർ രണ്ടുപേരും തമ്മിൽ പരസ്പരം സഹായിച്ചും സംരക്ഷിച്ചും കഴിഞ്ഞു പോരുന്നു. എന്നാൽ ഈ ആധുനിക യുഗത്തിൽ, ഇപ്പോൾ നാം പ്രവേശിച്ചിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ, ആധുനിക യുഗത്തിൻ്റെ ഈ ഉത്തരായനത്തിൽ, അവസാന ഘട്ടത്തിൽ അപ്പോൾ നമ്മളായിരിക്കുന്ന അവസ്ഥയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വലിയ പ്രത്യേകത, ഇത് നാം വളരെ ശ്രദ്ധയോടെ മനസ്സിലാക്കണം. പൗരോഹിത്യത്തിൻ്റെ വളരെ പ്രത്യക്ഷമായ അധഃപതനമാണ്. പുരോഹിത സംവിധാനം, പുരോഹിതവർഗം നൂറ്റാണ്ടുകളായി അനുഭവിച്ചു കൊണ്ടുവന്നിരുന്ന മതപരമായ അപ്രമാദിത്വം, അതിന് നാനാവിധമായ ഇടിവുകൾ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഒരു 50 വർഷത്തിന് മുൻപ് വരെ, വേണ്ട 25 വർഷത്തിന് മുമ്പ് വരെ 4 ശങ്കരാചാര്യന്മാരും ഒരേ സ്വരത്തിൽ പറയുകയാണ്, ഇന്ന സംഭവം ഹിന്ദുമതത്തെ കാര്യമായി ബാധിക്കുന്ന, ഹിന്ദുമതത്തിൻ്റെ സ്ഥിരാകേന്ദ്രത്തിൽ സ്ഥിതി ചെയ്യുന്ന സംഭവം
ഞങ്ങൾ പറയുന്നതിനെ അവഗണിച്ച് നിങ്ങൾക്ക് ചെയ്യുവാൻ അവകാശമില്ല എന്ന് പറഞ്ഞാൽ പിന്നെ മുൻപോട്ട് പോകുവാൻ ഒരു രാഷ്ട്രീയ നേതാവും ധൈര്യം കാണിക്കുമായിരുന്നില്ല. ഇപ്പോഴോ അവരുടെ അഭിപ്രായത്തെ കാറ്റിൽ പറത്തി, ഞാൻ വീണ്ടും പറയുകയാണ്, അത് അർഹിക്കുന്ന അവഹേളനയോടുകൂടെ അത് തള്ളിക്കളയുവാൻ ഉള്ള ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത് എന്നത് പ്രത്യേകമായി നാം ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതിന് പലവിധമായ ഘടകങ്ങളുണ്ട്. ഞാൻ അതിൻ്റെ വിശ്ലേഷണത്തിന് ഇപ്പോൾ പോകാൻ തുനിയുന്നില്ല. ഇത് ഒരു മതസമൂഹത്തിൽ മാത്രമല്ല സ്ഥിതി ചെയ്യുന്നത് എന്നാണ് നാം അടുത്തായിട്ട് മനസ്സിലാക്കേണ്ടത്. അല്ലെങ്കിൽ നമുക്കേവർക്കും കൂടുതലായി ശ്രദ്ധ ചെലുത്തേണ്ടത് ക്രിസ്തീയ സമൂഹത്തിൻ്റെ മധ്യത്തിൽ സ്ഥിതി ചെയ്യുന്ന അവസ്ഥയാണ്. ഈ അടുത്ത കാലത്താണ് മുൻപൊരിക്കലും കേട്ടിട്ടില്ലാത്ത സംസ്കൃത ഭാഷയിൽ ഒരു പുരോഹിതൻ അവൻ്റെ ഡയസിസിൻ്റെ പരമാധികാരിയായ ബിഷപ്പിനെ ഡാഷ് മോനെ എന്ന് വിളിച്ചതും പരസ്യമായി അവഹേളിച്ചതും ബിഷപ്പിൻ്റെ അധികാരത്തെ ചെരുപ്പിട്ട് ചവിട്ടി മെതിച്ചതും എന്ന് മാത്രവുമല്ല, അങ്ങനെ ചെയ്തിട്ടും അദ്ദേഹത്തിൻ്റെ പേരിൽ കാര്യമായ ഒരു നടപടി എടുക്കാൻ സഭാ നേതൃത്വത്തിന് ധൈര്യമില്ലാതെ പോയതും നമ്മുടെ ഓരോരുത്തരുടെയും ശ്രദ്ധയിൽ വളരെ ഫ്രഷായിട്ട് നിൽക്കുന്നൊരു സംഭവമാണ്. അത് ഓർത്തഡോക്സ് സഭയിലാണ് സംഭവിച്ചത്. ഓർത്തഡോക്സ് സഭയിൽ സംഭവിച്ചത് മാത്രമല്ല, അതിലെ മിക്കവാറും എല്ലാ മെത്രാന്മാരെയും കളിയാക്കുന്നവരായിട്ടാണ് ഓർത്തഡോക്സ് സഭ അംഗങ്ങൾ പൊതുവായി പ്രസ്താവന നടത്തുന്നവർ. ഓരോ സഭയിലെയും ഭൂരിപക്ഷം ആളുകളും നിശബ്ദരായി കഴിയുന്നു. എന്നാൽ അല്പം ചിന്താശക്തിയും ഭാഷാപാഠവുമുള്ളവർ പൊതുരംഗത്ത് പ്രസ്താവിക്കുമ്പോൾ പണ്ട് ഉണ്ടായിരുന്ന ഒരു ഭക്തിയും ഇപ്പോൾ ഒരു മെത്രാനോടും അത് തലപ്പത്തിരിക്കുന്ന ബാവ തിരുമേനിയോട് പോലും പ്രകടിപ്പിച്ച് നാം ഈയിടെ കാണുന്നില്ല. ഇപ്പോൾ ജിജി തോംസനെ പോലുള്ള ഒരു വ്യക്തി എല്ലാ മെത്രാന്മാരെയും കാടടച്ച് വിമർശിച്ചു. അതിന് കേരളത്തിൽ മുമ്പൊരിക്കലും ഉണ്ടാകാത്ത സ്വീകാര്യതയുണ്ടായി. അവരുടെ അധികാരഭ്രമത്തെയും ആഡംബരത്തെയും അപഹാസ്യമായ അവരുടെ ജീവിതശൈലികളെയും ഇത്രമാത്രം വ്യക്തമായും ശക്തമായും മുൻപാരും പ്രതിപാദിച്ചിട്ടില്ല. ആരും അതിന് ധൈര്യം കാണിക്കുമായിരുന്നില്ല. ഇപ്പോഴോ അങ്ങനെ ചെയ്തപ്പോൾ അദ്ദേഹം കേരളത്തിലെ ബഹുഭൂരിപക്ഷം വരുന്ന ക്രിസ്ത്യാനികളുടെ നേതാവായി, ഹീറോവായി. അതുപോലെ ശ്രദ്ധേയമാണ്. ഇനി മറ്റൊരു ഉദാഹരണം പറഞ്ഞാൽ, തിരുവനന്തപുരത്ത് ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ മോഡറേറ്ററായ ഒരു മഹനീയ വ്യക്തിത്വം ഉണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയാൻ ഞാൻ പറയുന്നില്ല, പറയാതിരിക്കുന്നതാണ് നല്ലത്. അദ്ദേഹത്തിനെതിരെ തിരുവനന്തപുരത്ത് സംഘടിപ്പിക്കപ്പെട്ട പ്രതിരോധം, അതിൽ പ്രകടിപ്പിക്കപ്പെട്ടിട്ടുള്ള വികാരങ്ങൾ, അത് കേട്ടാൽ നമ്മുടെ തൊലി ഉരിഞ്ഞു പോകും. അപ്രകാരമുള്ളൊരു പ്രതിഷേധം ചർച്ച് ഓഫ് സൗത്ത് ഇന്ത്യയുടെ പരമോന്നത അധികാരമുള്ളൊരു ബിഷപ്പിനെതിരെ ഇതിനു മുൻപ് ഒരിക്കലും ആരും പ്രകടിപ്പിച്ച് കേട്ടിട്ടില്ല. അദ്ദേഹത്തിന് ഇവിടെ ഒരു സ്വീകരണം ഒരുക്കിയത് അദ്ദേഹത്തിൻ്റെ പടം ഷൂസ് കൊണ്ട് അടിച്ചിട്ടാണ്. ഏതെല്ലാം വിധത്തിൽ ഒരു ബിഷപ്പിനോട് അതൃപ്തിയും എന്താണ് പറയുന്നത് അപമാനവും കാണിക്കാമോ അത് മുഴുവൻ കാണിച്ചിട്ടാണ് ആ സംഭവം അവസാനിപ്പിച്ചത്. അദ്ദേഹത്തെ പറ്റിയുള്ള പരാമർശങ്ങൾ എവിടെയെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ അത് നമുക്ക് നമ്മുടെ ഭാഷയിൽ പറയാൻ കൊള്ളാത്ത അത്രമാത്രം ചീഞ്ഞളിഞ്ഞ ഒരവസ്ഥയിലാണ് എന്ന് നമുക്കറിയാം. ഇനി കത്തോലിക്ക സഭയുടെ ഒരു സാഹചര്യം നോക്കിയാൽ, ചരിത്രത്തിലാദ്യമായിട്ടാണ് ഞാൻ മുമ്പൊരിക്കൽ സൂചിപ്പിച്ചതുപോലെ എറണാകുളം വഞ്ചി സ്ക്വയറിൽ 4 കന്യാസ്ത്രീകൾ സഭയുടെ നേതൃത്വത്തിനെതിരെ സമരം ചെയ്യുകയാണ്. അങ്ങനെ ഒരു സംഭവം എൻ്റെ കാലഘട്ടത്തിലുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചതല്ല. അതുപോലെ തന്നെ ഫ്രാങ്കോ മുളയ്ക്കലിൻ്റെ കാര്യം വന്നപ്പോൾ ഏറ്റവും ശക്തമായി ഈ അതിക്രമത്തെ, ഈ അധാർമികമായ പ്രവൃത്തി അപലപിച്ച കത്തോലിക്ക വിശ്വാസികളാണ്. അദ്ദേഹത്തിന് ശിക്ഷ കിട്ടണം എന്ന് പൊതുവായി വിളിച്ചു പറഞ്ഞത് അവരാണ്. അതിന് നേതൃത്വം നൽകിയ ഒരു പുരോഹിതനുണ്ട്. ആ പുരോഹിതനെ സഭ ഒതുക്കിക്കളഞ്ഞു, അത് മറ്റൊരു കാര്യം. അതുപോലെ തന്നെ സഭയുടെ നേതൃത്വത്തെ ആകമാനം വെല്ലുവിളിക്കാൻ ലൂസി കളപ്പുര എന്ന് പറഞ്ഞ ഒരു കന്യാസ്ത്രീ ധൈര്യപ്പെട്ടു. അവരിപ്പോഴും അതിൽ അടിയുറച്ചു നിൽക്കുന്നു. സിസ്റ്റർ ജസ്മിയ പോലെയുള്ള ആളുകൾ ഇതിൻ്റെ മുന്നോടികളാണ്. ഞാൻ എൻ്റെ വിശദാംശങ്ങളിലേക്ക് പോകുന്നില്ല. ഏറ്റവും ശ്രദ്ധേയമായി എനിക്ക് പറയാനുള്ളത്, വളരെയധികം ആരാധ്യനായ ഒരു കത്തോലിക്ക പുരോഹിതൻ ഫാദർ അജി പുതിയാംപറമ്പിൽ.
അദ്ദേഹം എടുത്ത നിലപാട് ചരിത്രത്തിൽ, കേരള കത്തോലിക്ക സഭയുടെ ചരിത്രത്തിൽ ഇദംപ്രഥമാണ്, ആദ്യമായിട്ടാണ്. തൻ്റെ പൗരോഹിത്യം എന്താണെന്ന് താൻ നിശ്ചയിച്ചു കൊള്ളാമെന്നും അത് ചില ആളുകളുടെ അടിമത്തത്തിനേക്കുള്ള ഒരു ലൈസൻസ് അല്ല, അത് യേശുവിനോടുള്ള എൻ്റെ കടപ്പാടാണെന്നും ആ കടപ്പാട് ഞാൻ മറ്റെല്ലാ കടപ്പാടിനേക്കാളും അപ്പുറത്ത് കാണുന്നുവെന്നും അതുകൊണ്ട് അപ്രകാരം മാത്രമേ ഞാൻ വൈദിക വൃത്തി ചെയ്യുവാൻ ഇനി അങ്ങോട്ട് തുനിയുകയുള്ളൂ എന്നുമുള്ള ഒരു വലിയ തീരുമാനം. അദ്ദേഹം പൗരോഹിത്യം ഒഴിഞ്ഞില്ല. താൻ അറിയുന്ന പൗരോഹിത്യം നിങ്ങൾ പറയുന്ന പൗരോഹിത്യമല്ല. നിങ്ങൾ പറയുന്നത് സാമാന്യ ബുദ്ധിയുള്ള ആർക്കും സ്വീകരിക്കാവുന്നതല്ല. യേശുവിനെ അനുഗമിക്കുന്നവർക്ക് നിങ്ങൾ പറയുന്ന പൗരോഹിത്യത്തിന് മുഖത്തിന് എഴുന്നേൽക്കാൻ സാധ്യമല്ല എന്ന് ഒരു പുരോഹിതൻ വിളിച്ചു പറയുകയും ആ നിലപാട് ഉറച്ചു നിൽക്കുകയും ചെയ്യുമ്പോൾ അതൊരു പുതിയ യുഗത്തിൻ്റെ പിറവിയായിട്ട് മാത്രമേ എനിക്ക് കാണാൻ സാധ്യമാകുകയുള്ളൂ. ഇനി വൈമേനികളുടെ കാര്യമെടുത്താൽ നിങ്ങൾ ഏത് സഭയെ ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ കേരളത്തിലെ ആയിരക്കണക്കിനുള്ള പള്ളികൾ സന്ദർശിച്ച് നോക്കൂ ഞായറാഴ്ച. ഈ സഭകളിൽ എത്ര യുവതി യുവാക്കന്മാർ ആരാധനയ്ക്ക് പങ്കെടുക്കുന്നുണ്ട് എന്ന് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കൂ. ഞാനൊക്കെ അവിടെ ശ്രദ്ധിച്ച വ്യക്തിയാണ്. ഞാൻ എവിടെയൊക്കെ പ്രസംഗിക്കാൻ ഉണ്ടോ അവിടെയൊക്കെ ഞാൻ ഏറ്റവും പ്രത്യേകമായി ശ്രദ്ധിച്ചിട്ടുള്ളത് അവിടെ എത്ര യുവതി യുവാക്കന്മാർ വരുന്നു എന്നുള്ളതാണ്. പരിതാപകരമാണ് എന്ന് മാത്രം പറഞ്ഞ് അതങ്ങ് നിർത്തുകയാണ്. അതുപോലെ തന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും പ്രയാസമോ വേദനയോ ഞെരുക്കമോ ഉണ്ടെങ്കിൽ ഇപ്പോൾ പുരോഹിതന്മാരെ അല്ല സമീപിക്കുന്നത്, മെത്രാന്മാരും സമീപിക്കുന്ന പ്രശ്നം ഉദിക്കുന്നില്ല. അവർ അഭയം തേടി അവിടെയും ഇവിടെയും ഓടുകയാണ്. ഇപ്പോൾ നമ്മുടെ ഈ യൂട്യൂബ് സംഗമത്തിൽ കൂടെ തന്നെ അനേകം ആളുകൾ അവരുടെ ജീവിത പ്രശ്നങ്ങൾ പങ്കിടുവാൻ മുന്നോട്ട് വരുന്നുണ്ട് എന്നത് ഞാൻ ദൈവസന്നിധിയിൽ എളിമയോടുകൂടെ സൂചിപ്പിക്കുകയാണ്. അവർക്കെല്ലാം പള്ളിയും പട്ടക്കാരുമുണ്ട്. പക്ഷേ അവരെ വിശ്വസിക്കുവാനോ അവരുടെ സഹായം തേടുവാനോ ഭൂരിപക്ഷം ആളുകളും കൂട്ടാക്കുന്നില്ല എന്നതാണ് എൻ്റെ യാഥാർത്ഥ്യം. കാരണം ഇവരൊക്കെയും മനുഷ്യ ജീവിത യാഥാർത്ഥ്യങ്ങളോട് ബന്ധമില്ലാത്ത ഏതോ ദിവാസ്വപ്നങ്ങൾ കണ്ടു നടക്കുന്നവരാണ്. അവരവരുടെ അജണ്ട നടപ്പാക്കാൻ മാത്രം ശ്രദ്ധിക്കുന്നവരാണ്. സഭ ഇപ്പോൾ നിൽക്കുന്ന സഭയ്ക്ക് വേണ്ടി മാത്രമാണ്. ആളുകളുടെ ആത്മീയ വർധനവിനോ ഉന്നമനത്തിനോ സമാധാനത്തിനോ സന്തോഷത്തിനോ ഉതകുന്ന ഒരു സംഭാവന നൽകുവാൻ ഈ കൂട്ടങ്ങൾക്ക് കഴിയുകയില്ല. ഇവർക്ക് ഈ കാലഘട്ടത്തിൻ്റെ ആത്മാവിനെ പോലും തിരിച്ചറിയാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ഈ കോണ്ടെക്സ്റ്റിന് അനുയോജ്യമായ ഒരു അജപാല ശുശ്രൂഷ നിർവഹിപ്പാൻ യോഗ്യതയുള്ളവർ, കഴിവുള്ളവർ, അല്ലെങ്കിൽ അങ്ങനെ താല്പര്യം പോലും ഉള്ളവർ നന്നേ വിരളമാണ്. അതുകൊണ്ട് യേശു കണ്ട പഴമില്ലാത്ത അത്തി മരം പോലെയാണിവർ. വിശക്കുന്നവർ അങ്ങോട്ട് പോയിട്ടൊരു കാര്യവുമില്ല എന്ന് ജനം തിരിച്ചറിഞ്ഞു തുടങ്ങി. അതിൻ്റെ ഒരു പ്രകടമായ ഭാഗം നമുക്കറിയാം. രാഷ്ട്രീയത്തിൽ വരുമ്പോൾ ഈ അടുത്തിടെ നടന്നിട്ടുള്ള എല്ലാ ബൈ ഇലക്ഷൻസിലും ആരെയൊക്കെ സഭ പിന്താങ്ങിയിട്ടുണ്ടോ അവരെല്ലാം ദയനീയമായിട്ട് പരാജയപ്പെട്ടിട്ടുണ്ട്. അത് പരാജയപ്പെടുത്തിയത് വിശ്വാസികളാണ്, ക്രിസ്ത്യാനികളാണ് ഭൂരിപക്ഷം. ഇപ്പോൾ തൃക്കാക്കരയാണെങ്കിലും അല്ലെങ്കിൽ പുതുപ്പള്ളിയിലാണെങ്കിലും അങ്ങനെ എവിടെ നിങ്ങൾ നോക്കിയാലും ആരെയൊക്കെ മെത്രാന്മാർ രാഷ്ട്രീയമായി പിന്തുണച്ചിട്ടുണ്ടോ അവിടെയൊക്കെ അധോഗതിയാണ് എന്ന ഒരു സാഹചര്യം അത് വ്യക്തമാണല്ലോ. അതിനെപ്പറ്റി സംശയം ഉണ്ടാകാൻ ഒരു മാർഗവുമില്ലല്ലോ. അത് എന്തുകൊണ്ടാണ്? ഈ പുരോഹിത വർഗത്തിന് വിശ്വാസികളുടെ ഇടയിലുള്ള ആ ഒരു ആത്മീയമായ ഒരു നിലവാരവും ഒരു ഇരിപ്പിടവും ഒരു വിശ്വസനീയതയും അവർ ഇന്നുവരെ അനുഭവിച്ച ഒരു ആത്മീയ അധികാരവും 100% നഷ്ടപ്പെട്ടു പോയി എന്നതാണ് ഇതിനെ എന്ന യാഥാർത്ഥ്യമാണ് വിളിച്ച് അറിയിക്കുന്നത്. നമുക്കറിയാം, ഇപ്പോൾ സഭകളുടെ അവസ്ഥയെപ്പറ്റി ജനങ്ങളെ ബോധവൽക്കരിക്കാനായി മാത്രം ശ്രമിക്കുന്ന സോഷ്യൽ മീഡിയ ചാനലുകൾ വളരെ വളരെ പ്രാഗൽഭ്യത്തോടെ പ്രവർത്തിക്കുകയും ജനങ്ങളുടെ ഹൃദയത്തിൽ വലിയ സ്നേഹവും ആദരവും പിടിച്ചു പറ്റിക്കഴിഞ്ഞു. ഞാൻ ഒന്നിനെപ്പറ്റി സൂക്ഷ്മമായി പരാമർശിക്കുന്നില്ല. അതുകൊണ്ട് നിലവിലിരിക്കുന്ന വ്യവസ്ഥയെപ്പറ്റി ഞാൻ പരിഗണിക്കുമ്പോൾ ഒരു കാര്യം എനിക്ക് വളരെ വ്യക്തമാണ്. വലിയ ഒരു മാറ്റത്തിൻ്റെ സാഹചര്യത്തിലാണ് നാം ഇപ്പോൾ സ്ഥിതി ചെയ്യുന്നത്. പക്ഷേ എല്ലാ കാലങ്ങളിലും പുരോഹിതവർഗം ചെയ്യുന്നത് പോലെ ഇപ്പോഴും അത് തന്നെ അവർ ആവർത്തിക്കുകയാണ്. അതായത് യാഥാർത്ഥ്യങ്ങൾ നേരെ കണ്ണടയ്ക്കുകയാണ്. ഇങ്ങനെ ഒരു കാര്യമുണ്ട് എന്നും
അവരിയ്ക്കുന്ന കൊമ്പ് ഇതാ ഒടിഞ്ഞുകൊണ്ടിരിക്കുന്നുവെന്നും യാതൊരു ചിന്തയും അവർക്കില്ല. ഒരു പഴയ കച്ചവടം അതുപോലെ നടത്തിക്കൊണ്ടിരിക്കുന്നു. ജനങ്ങൾക്ക് ഇതുകൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? അവർക്ക് ആശ്വാസത്തിന് എന്തെങ്കിലും വഴിയുണ്ടോ? അതിനുള്ള മാർഗ്ഗങ്ങൾ കണ്ടുപിടിക്കാനൊക്കെ. ഉദാഹരണമായിട്ട് കോവിഡ് വന്നു, ജനങ്ങൾ വളരെ പ്രയാസത്തിലായിരുന്നു. അപ്പോൾ കേരളീയരായ ക്രിസ്തീയ വിശ്വാസികൾ അവിടെ ഇവിടെയും തങ്ങിപ്പോയി, അവർ നരകയാതന അനുഭവിച്ചു. ആ അവസരത്തിൽ അവരവരുടെ മതപുരോഹിതന്മാരെ, പുരോഹിത മേലധികാരികളെയും ഫോണിൽ ബന്ധപ്പെട്ടു. ഞങ്ങൾക്ക് ആശ്വാസത്തിനൊരു വാക്ക് പറഞ്ഞുകൂടെ എന്ന് പറഞ്ഞപ്പോൾ അവരുടെ അനുഭവം എന്തായിരുന്നു? അവർക്ക് ശകാരം കിട്ടി. ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന കാര്യമല്ലും പറയും, ഇതൊന്നും ഞങ്ങളെ കൊണ്ട് ഒക്കുന്ന കാര്യമല്ല എന്ന് പരക്കെ സമ്മതിക്കേണ്ടി വന്നു. 2 വർഷം ആരാധനാലയങ്ങൾ അടച്ചുപൂട്ടിയിട്ടിരുന്നു. ആർക്കെങ്കിലും അതുകൊണ്ട് എന്തെങ്കിലും ആത്മീയമായ നഷ്ടം വന്നു എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? അതൊരു ആശ്വാസമായിട്ടാണ് ഭൂരിപക്ഷം ആളുകളും അനുഭവിച്ചത്. അപ്പോൾ ഇതെല്ലാം നാം കൂട്ടി വായിക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ്. പുരോഹിതവർഗം ക്രിസ്തു സമൂഹത്തിൽ മാത്രമല്ല, എല്ലാ സമൂഹത്തിലുമുള്ള പുരോഹിത വർഗം അവർ ഈ അടുത്ത കാലം വരെ അനുഭവിച്ചു കൊണ്ടിരുന്ന മതപരമായ അപ്രമാദിത്വം ഏതാണ്ട് പൂർണ്ണമായി കളഞ്ഞു കുളിച്ചിരിക്കുന്നു. അവർ പണ്ടത്തെ പോലെ അധികാരം നടിച്ച് നടക്കുവാൻ തത്രപ്പെടുന്നുണ്ടെങ്കിലും അതിനി നിഷ്ഫലമായി പോകത്തേ ഉള്ളൂ. ഇനി യാതൊരു സംശയമില്ല. അതുകൊണ്ട് ഇനിയും കളം മാറ്റി ചവിട്ടേണ്ടി വരും. അതിൻ്റെ ഏതാണ്ട് നാന്ദിയായിട്ടാണ് ഇപ്പോൾ ബിഷപ്പുമാർ കൂടുതൽ രാഷ്ട്രീയം കളിക്കാനായിട്ട് നോക്കുന്നത്. രാഷ്ട്രീയ നേതാക്കന്മാരുടെ കാല് പിടിക്കുകയും അവരിൽ കൂടെ എന്തെങ്കിലും പ്രാധാന്യം, എന്തെങ്കിലും മഹത്വം കടമെടുക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഈ ഒരു ദുരവസ്ഥ വരാൻ കാരണം അവരുടെ അധഃപതനത്തെയാണ് സൂചിപ്പിക്കുന്നത്. അങ്ങനെ രാഷ്ട്രീയക്കാരുടെ കാല് പിടിക്കുന്ന ഏതെങ്കിലും ഒരു ബിഷപ്പിനോ തിരുമേനിക്കോ ജനങ്ങളുടെ ഹൃദയത്തിൽ ആത്മീയ അധികാരം അനുഭവിപ്പാൻ അല്ലെങ്കിൽ എക്സസൈസ് ചെയ്യാൻ സാധിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ട്? അങ്ങനെ സാധിക്കുകയില്ല എന്ന് അവർക്ക് അറിവില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ട്? ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് അവിടെ നിസ്സഹായതയുടെ ആ പാരമ്യം കാണിക്കുന്നതിന് വേണ്ടിയാണ് ഈ രാഷ്ട്രീയക്കാരുടെ കാല് പിടിച്ച് നടക്കുന്നത്. ഏത് അധർമ്മവും ചെയ്യുവാൻ, ഏത് നാടകവും കളിക്കാൻ യാതൊരു മടിയുമില്ലാതെ ഇങ്ങനെ നിൽക്കുന്നത്. ഇത് കാണുമ്പോൾ എനിക്ക് സങ്കടമാണ്. അതുകൊണ്ടാണ് ഇനി പറയുന്നത്, നമ്മുടെ ഇടയിൽ സംഭവിക്കുന്ന അധഃപതനം വളരെ ഭീകരമാണ്. ഇങ്ങനെ അല്ലായിരുന്നുവെങ്കിൽ കൊള്ളായിരുന്നു. പക്ഷേ ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ ഇത് യാഥാർത്ഥ്യമാണ് എന്ന് തിരിച്ചറിയുകയും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ വിശ്വാസികളായ ഓരോ വ്യക്തികളും അവർ ഏറ്റെടുക്കേണ്ട ചുമതലകൾ എന്താണെന്ന് വ്യക്തമായി അന്വേഷിച്ചറിയുകയും ചെയ്യണം. ഇവിടെ ഞാൻ ഒരു കാര്യം മാത്രം സൂചിപ്പിച്ച് ചിന്തകൾ അവസാനിപ്പിക്കാൻ പോവുകയാണ്. നമുക്ക് 2 സാധ്യതകളേ ഉള്ളൂ. നമ്മുടെ ആത്മീയമായ ആവശ്യങ്ങൾ നേടുന്നതിന് പര്യാപ്തമായ ഒരു സംവിധാനമുണ്ട്. അതിന് സഭയെ നമ്മൾ പറയുന്നു. സഭ ആധികാരികമായി അതിൻ്റെ ആത്മീയ ദൗത്യം നിർവഹിച്ചുകൊണ്ടിരുന്നപ്പോൾ സഭയെ ആശ്രയിക്കുകയും സഭയുടെ അച്ചടക്കത്തിൽ ഉൾപ്പെട്ടു നിൽക്കുകയും സഭാ നേതൃത്വങ്ങളെ ബഹുമാനിക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത് നമുക്ക് നന്മയുടെ ഒരു മാർഗമായിരുന്നു. എന്നാൽ ആ ഒരു തട്ടത്തിൽ പരിപൂർണമായ ജീർണത സംഭവിച്ചു കഴിഞ്ഞിരിക്കുമ്പോൾ പഴയതുപോലെ അതിനെ ആശ്രയിപ്പാൻ ആർക്കും കഴിയുകയില്ല. അങ്ങനെ ആശ്രയിക്കും എന്ന് നിർബന്ധം പിടിക്കുന്നവർ അവരെ തന്നെ കുഴിയിൽ ചവിട്ടി താഴ്ത്തുന്നവരായി തീരും. അവർ അപകടത്തിലേക്കാണ് അവിടെ പോക്ക്. അവർ നിത്യ പട്ടിണിക്ക് മാത്രം അവകാശികളാണ്. അങ്ങനെ വരാതിരിക്കണമെങ്കിൽ ഒറ്റ മാർഗ്ഗമേ ഉള്ളൂ. ആ മാർഗ്ഗമാണ് യേശു കാണിച്ചു തന്നത്. യേശു തൻ്റെ പരസ്യ ശുശ്രൂഷ ആരംഭിക്കുമ്പോൾ എന്താണ് പറഞ്ഞത്? സ്വർഗരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ. അതിൻ്റെ അർത്ഥം ഇന്നുവരാരും മനസ്സിലാക്കുന്നില്ല. മാനസാന്തരപ്പെടുവീൻ എന്ന് പറയുമ്പോൾ യേശു ഒറ്റ വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നിങ്ങൾ പുരോഹിതവർഗത്തെ ആശ്രയിച്ച് ജീവിക്കേണ്ട കാലഘട്ടം ഇതാ കഴിഞ്ഞിരിക്കുന്നു. നിങ്ങൾക്ക് ദൈവവുമായി ഡയറക്റ്റായിട്ട് ബന്ധം പുലർത്തുവാൻ അവകാശമുണ്ട്. നിങ്ങൾക്ക് വ്യത്യസ്തമായ അനുഗ്രഹിക്കപ്പെട്ട ഒരവസ്ഥയിലേക്ക് പ്രവേശിക്കുവാനുള്ള സാഹചര്യം ഇതാ ദൈവം കനിഞ്ഞ് നൽകിയിരിക്കുന്നു. അതിൻ്റെ പേരാണ് ദൈവരാജ്യം എന്നുള്ളത്. അതിലേക്ക് പ്രവേശിക്കാൻ ഒരു കത്തനാരുടെയും ഒരു മെത്രാൻ്റെയോ ആവശ്യമോ സഹായമോ നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി. നിങ്ങൾ മാനസാന്തരപ്പെടുവീൻ. ഈ മാനസാന്തരപ്പെടാതെ, മനസ്സിനൊരു മാറ്റവും വരാതെ, കാഴ്ചപ്പാടിനൊരു മാറ്റവും വരാതെ, ആത്മീയമായ യാതൊരു വെളിച്ചവും പ്രാപിക്കാതെ സ്വർഗത്തിലേക്ക് പോകാനുള്ള കുറുക്ക് വഴിയാണ് പുരോഹിതൻ്റെ വാലെ പിടിച്ച് നടക്കുന്നത്. അല്ലാതെ മറ്റ് യാതൊരു വിലയും അതിനില്ല. ഇത് തിരിച്ചറിയാൻ എന്താണ് നമുക്ക് ഭയം? യേശു നമുക്ക് ഓതി തന്ന സത്യമല്ലേ ഇത്?
നിങ്ങൾക്ക് സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കാൻ ഒറ്റക്കാര്യം ചെയ്താൽ മതി. ആരുടെയും ഔദാര്യം നിങ്ങൾക്ക് ആവശ്യമില്ല, ആരുടെയും ഇടനില നിങ്ങൾക്ക് ആവശ്യമില്ല. നിങ്ങൾ മാനസാന്തരപ്പെട്ടാൽ നിങ്ങൾക്ക് സ്ട്രെയിറ്റായിട്ട് ദൈവസന്നിധിയിൽ പ്രവേശിക്കാനും ദൈവരാജ്യത്തിൻ്റെ അവകാശികളാകുവാനും സാധിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആശയം എന്താണ്? ഈ വലിയ മതസംവിധാനം നിങ്ങളുടെ നട്ടൽ ഒടിക്കത്തക്ക ഭാരമുള്ള ഈ കുന്തിരാണ്ടം വഹിച്ചുകൊണ്ട് നടക്കുന്നു. ഒരു തിരിയക്കല്ല് മനുഷ്യരുടെ കഴുത്തിൽ കെട്ടി അവരെ കടലിൽ താക്കുന്നത് പോലെ ഭാരമുള്ള പരിപാടിയാണിത്. എന്നാൽ ഉപയോഗശൂന്യമായ ഭാരമാണ്. ഇതുകൊണ്ട് ആർക്കും ഒരു പ്രയോജനവും ഉണ്ടാകുന്നില്ല. ജനത്തിൻ്റെ അവസ്ഥ കൂടുതൽ വഷളായി തീർന്നു. അന്നത്തെ പുരോഹിതരെ പറ്റി യേശു എന്നാണ് പറഞ്ഞത്, നിങ്ങൾ ദൈവരാജ്യത്തിൽ കടക്കുകയില്ല, മറ്റുള്ളവരെ കടക്കാൻ അനുവദിക്കുകയുമില്ല. അതുകൊണ്ട് ഇവരെ അന്വേഷിച്ച് പോകുന്നവർ എവിടെയെങ്കിലും പോയി കുഴിയിൽ വീഴുമെന്ന് യേശുവാണ് പറഞ്ഞത്, ഞാനല്ല പറഞ്ഞു. നിങ്ങൾ ഒരിക്കലും സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. ഇവരെ പിടിച്ച് നിങ്ങൾ പോയാൽ, ഇവരുടെ അടിവുകളായി നിങ്ങൾ നിന്നാൽ, നിങ്ങളുടെ ജീവിതം എവിടെ കയ്യിൽ സമർപ്പിച്ചാൽ നിങ്ങൾ ഒരിക്കലും സ്വർഗരാജ്യം കാണുകയില്ല, ദൈവരാജ്യം കാണുകയില്ല എന്ന് യേശുവാണ് പറഞ്ഞത്. നിക്കോദീമോസിനോട് എന്ത് പറഞ്ഞു? നീ വീണ്ടും ജനിക്കണം, അല്ലെങ്കിൽ സ്വർഗരാജ്യം കാണുകയില്ല എന്ന് പറഞ്ഞു. കാരണം എന്താണ്? നീ മതത്തിൻ്റെ വേഷമിട്ടുകൊണ്ട് നടക്കുന്നു. ഇതിലെ ഒരു ഭാവി നിനക്കില്ല. മറ്റൊരു നിനക്ക് എന്തെങ്കിലും നന്മ വരണമെങ്കിൽ ഇതിൽ നിന്നൊക്കെ വിട്ട് ഒരു പുതിയ ആരംഭമാണ് ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെടുവീൻ. അപ്പോൾ നിക്കോദീമോസിന് മനസ്സിലാകുന്ന വിധത്തിൽ അവനോടും പറയുകയാണ്, നീ മാനസാന്തരപ്പെടണം. അപ്പോൾ അവൻ ഇച്ചിരി കട്ടിയുള്ളൊരു പരിപാടി ആയതുകൊണ്ടാണ് പറയുന്നത്, നീ വീണ്ടും ജനിക്കണം. ഇച്ചിരി മൂർച്ച കയറ്റി പറഞ്ഞത്. എന്നാലെങ്കിലും ഇദ്ദേഹം ആ ഷോക്ക് തെറാപ്പിയിലെങ്കിലും രക്ഷപ്പെട്ടു പോകട്ടെ എന്ന് വിചാരിച്ചാണ്. അപ്പോൾ ഇതൊന്നും മനുഷ്യർക്ക് പ്രയോജനമുള്ളതല്ല, ഒരു കാലത്ത് ഇത് പ്രയോജനം ചെയ്തിട്ടില്ല. ഇത് ഉള്ള വെളിച്ചം കെടുത്താൻ മാത്രമേ സഹായിക്കുകയുള്ളൂ. എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത്, 3 വർഷങ്ങൾക്ക് മുൻപ് ഞാൻ കോട്ടയത്തൊരു മീറ്റിങ്ങിൽ പ്രസംഗിക്കാൻ പോയി. അവിടെ എൻ്റെ കൂടെ പ്രസംഗിക്കാനുണ്ടായിരുന്നത് കാലം ചെയ്ത ഒ തോമസ് എന്ന് പറയുന്ന ഓർത്തഡോക്സിലെ അച്ഛനാണ്. അന്ന് അദ്ദേഹം വലിയ സെമിനാറിയിലെ പ്രിൻസിപ്പലായിട്ടിരിക്കുകയാണ്. അദ്ദേഹം തൻ്റെ പ്രസംഗത്തിൽ എന്താണ് പറഞ്ഞത്? അതേപോലെ സഭയുടെ ഇന്നത്തെ അവസ്ഥയിൽ, സഭയെന്ന് പറയുന്ന മനുഷ്യർക്കൊരു അപകടമാണ്. ആരുടെയെങ്കിലും ഉള്ളിൽ അല്പം വെളിച്ചമുണ്ടെങ്കിൽ അതുകൂടെ കെടുത്തിക്കളയാനുള്ള പരിപാടി മാത്രമേ ഇതിനകത്തുള്ളൂ എന്ന് അദ്ദേഹം അവിടെ വളരെ വ്യക്തമായി പ്രഖ്യാപിക്കുകയുണ്ടായി. ഇതാണ് സത്യം. ഇത് തിരിച്ചറിയുന്ന അനേകരുണ്ട്. ഈ കാലഘട്ടത്തിൽ അനേക പുരോഹിതന്മാർ എന്നോട് വ്യക്തിപരമായി സ്വകാര്യമായി പറഞ്ഞിട്ടുണ്ട്, താങ്കൾ പറയുന്നതാണ് സത്യമെന്ന് ഞങ്ങൾക്കെല്ലാം അറിയാം, പക്ഷേ ഞങ്ങൾ ഈ ചട്ടക്കൂട്ടിനകത്ത് പെട്ടുപോയതിന് പുറത്തു വരാൻ ഞങ്ങൾക്ക് കഴിവില്ല. അതുകൊണ്ട് ഇത് പരസ്യമായി ഇത് സ്വീകരിക്കാൻ ഞങ്ങൾക്ക് കഴിവില്ല എങ്കിലും രഹസ്യമായി ഞങ്ങൾ പറയുന്നു, താങ്കൾ പറയുന്നത് തന്നെയാണ് സത്യം, അത് തന്നെയാണ് വചനം, അത് തന്നെയാണ് യേശുവിൻ്റെ ദർശനം. ഇത് തിരിച്ചറിയുന്നവരാണ് ഭൂരിപക്ഷം പുരോഹിതന്മാരും. പക്ഷേ അവർ സംവിധാനത്തിൻ്റെ അടിമകളായതുകൊണ്ട്, അവർക്ക് സ്വാതന്ത്ര്യമെന്നത് 100% നഷ്ടപ്പെട്ടു പോയതുകൊണ്ട്, അവർ തിരിച്ചറിയുന്ന സത്യം സ്വീകരിപ്പാൻ, അതുകൊണ്ട് പ്രയോജനം പ്രാപിപ്പാൻ അവർക്ക് സ്വാതന്ത്ര്യമില്ലാതെ പോകുന്നു. സങ്കടമാണ്. ഏതായാലും ഈ കാലഘട്ടത്തിൻ്റെ പ്രത്യേകത തിരിച്ചറിയുവിൻ. ചുവരെഴുത്തുകൾ വായിച്ചു നോക്കുവിൻ. അവിടെ വെണ്ടയ്ക്കാക്ഷരത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്, പുരോഹിത വർഗത്തിൻ്റെ അധപതനം ഇതാ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഇനിയും അവരെ കൊണ്ട് ആർക്കും ആവശ്യമില്ല. അവിടെ പ്രയോജനശൂന്യത ലോകം, ജനം, എല്ലാ മതത്തിലുമുള്ള ആളുകൾ ഇതാ തിരിച്ചറിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ തീർച്ചയായും 4 ശങ്കരാചാര്യമാരെ ഒരു ത്രാസിലും നരേന്ദ്രമോദിയെ മറ്റൊരു ത്രാസിലും ഇട്ടാൽ ഏത് ത്രാസിനാണ് തൂക്കം കൂടുതൽ? എനിക്ക് യാതൊരു സംശയമില്ല, നരേന്ദ്രമോദിക്ക് തന്നെയാണ് തൂക്കം കൂടുതൽ. കാരണം അദ്ദേഹത്തിൻ്റെ വ്യക്തിത്വത്തോട് താരതമ്യം ചെയ്യാൻ കഴിയുന്ന ഒരു ശങ്കരാചാര്യവും ഇന്ന് ഭാരതത്തിലില്ല, ഒരു മതനേതാവുമില്ല. ഇപ്പം നമ്മളെ തന്നെ ഒരു 100 ബിഷപ്പന്മാരെ ഒന്ന് അണിനിരത്തിയിട്ട് ആ കൂട്ടത്തിൽ നരേന്ദ്രമോദി ഒന്ന് ഇരുത്തി നോക്കുകയെ, ഈ 100 പേരും ഉണങ്ങിയ കരിയില പോലെ അദ്ദേഹത്തിന് മുമ്പ് നിൽക്കും. അത് സത്യമാണ്. ഉള്ളത് സമ്മതിക്കാൻ നാം മടിക്കരുത്. സത്യം മറച്ചു വെച്ചിട്ട് നമുക്കൊന്നും നേടാനുമില്ല. അപ്പോൾ അങ്ങനെയുള്ളൊരു കാലഘട്ടം, ഇത് നാം വരുത്തി വെച്ചതാണ്. ഈ പുരോഹിതവർഗം അവരുടെ മേൽ വരുത്തി വെച്ചതാണ്. വേണ്ടതുപോലെ സത്യത്തെ അറിഞ്ഞ് ദൈവത്തെ ഭയന്ന് ജനങ്ങളോടുള്ള സ്നേഹത്തിൽ ആത്മീയമായ ശുശ്രൂഷ സത്യസന്ധമായി നിർവഹിക്കുന്നതിന് പകരം ലൗകികമായ മർമ്മങ്ങൾക്ക് പുറകെ പോവുകയും പൈശാചികമായി പ്രവർത്തിക്കുകയും പണക്കൊതി കൊണ്ട് മാത്രം വലിപ്പം എടുത്ത് കാണിക്കുകയും ചെയ്യിക്കുന്ന ഈ ആത്മാർത്ഥതയില്ലാത്ത, ആത്മീയ വെളിച്ചം ഉള്ളിൽ ഉദിക്കാൻ ഇന്നുവരെ സാധിച്ചിട്ടില്ലാത്ത ഈ വ്യക്തിത്വങ്ങൾ
എവിടെയോ കസേരയിൽ കയറിയിരുന്നു ഇടങ്ങുന്നു എന്നല്ലാതെ ജനങ്ങൾക്ക് ആത്മീയ വർധന ഉണ്ടാകത്തക്കവണ്ണം ഒന്നും ചെയ്യുവാൻ ഇവർക്ക് കഴിയാത്തതുകൊണ്ട് ജനം ആ സത്യം തിരിച്ചറിയുകയും ഇതുവരെ അവർക്ക് നൽകിയിരുന്ന വലിയ ബഹുമാനവും സ്ഥാനവും കസേരയുമെല്ലാം അത് അതിയെപ്പറ്റാണ് എന്നവർ തിരിച്ചറിഞ്ഞിരിക്കുന്നു. അതിൻ്റെ ഒരു വളരെ പ്രത്യക്ഷമായ ഉദാഹരണമാണ് രാമക്ഷേത്രം ഉദ്ഘാടനം ചെയ്തപ്പോൾ അതിൻ്റെ യജമാനന്മാരായിരിക്കേണ്ട ശങ്കരാചാര്യന്മാരുടെ പൊടി പോലും അടുത്തെങ്ങുമില്ലായിരുന്നു. ഒറ്റ യജമാനേ ഉണ്ടായിരുന്നത് ശ്രീ നരേന്ദ്രമോദി തന്നെയായിരുന്നു. അത് ഒരു പുതിയ ഭാരതത്തിൻ്റെ പിറവിയെ വ്യക്തമായി അസന്നിഗ്ധമായി സൂചിപ്പിക്കുന്നു, പ്രഖ്യാപിക്കുന്നു. ഇത് എല്ലാവർക്കും കാണത്തക്കവണ്ണം വായിക്കത്തക്കവണ്ണം കാലത്തിൻ്റെ ചുവരെഴുത്തുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന എഴുത്തുകളാണ്. ഇത് വായിക്കുവാൻ നാമെങ്കിലും കൂട്ടാക്കണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുക.